പറയാനായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? സയൻസ് കഥയാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾ സയൻസ് സബ്ജക്ട് ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് കഥ തുടങ്ങാം. ഒരു കപ്പൽ യാത്ര ഓഫറുമായി ഒരു കമ്പനി രംഗത്തെത്തി. എഞ്ചിനീയറിംഗ്, ഡോക്ടർ, മജീഷ്യൻ പോലുള്ള പല വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ബുക്കിംഗ് ചെയ്തു. ഇവർ വളരെ ആകാംക്ഷയോടെയും വളരെ സന്തോഷത്തോടെയും കാത്തിരുന്ന ആ ഒരു യാത്രാ ദിവസം എത്തി. നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോകുമ്പം എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്? ആ സ്ഥലം എങ്ങനെയായിരിക്കും, അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളോട് വരത്തില്ലേ? അതുപോലെ തന്നെയാണ് അവർക്കും. അങ്ങനെ ആ കപ്പലിൽ കയറി യാത്ര ആരംഭിച്ചു. ആ കടലിന്റെ ഭംഗിയും ആ തിരമാലയുടെ ശബ്ദവും കപ്പലിന്റെ ചലനവും പറയാൻ വാക്കുകളില്ല. അവരുടെ മുഖത്ത് സന്തോഷം മാത്രം. എന്നാൽ ആ സന്തോഷം നിലച്ചില്ല. കാരണം ഒരു വലിയ കൊടുങ്കാറ്റ് വീശുകയും കപ്പൽ മരികയും ചെയ്തു. അവിടെ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അവർ നീന്തി 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 ഒരു ദ്വീപിലെത്തി. ദ്വീപിലെത്തിയപ്പോഴാണ് ആലോചിച്ചത്, മജീഷ്യന്റെ ബാഗ് മാത്രം നനഞ്ഞില്ല. ഇവർക്ക് വളരെ തണുപ്പും വിശപ്പും അലട്ടി. എന്നാലേ അവിടെ ഉണങ്ങിയ മരക്കഷ്ണങ്ങളും കുറേ കുഴികളും ഉണ്ടായിരുന്നു. അവിടെ കടലിൽ വേലിയിറക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ മീനുകൾ കുഴിയിൽ കിടക്കായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? നമുക്ക് മീൻ കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പച്ച മീൻ ആർക്കെങ്കിലും കഴിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? എന്നിട്ട് നമ്മൾ മജീഷ്യൻ എന്ത് ചെയ്തു? അയാളുടെ ബാഗിൽ നിന്ന് ഒരു തൊപ്പി എടുത്തിട്ട് അതിൽ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അജക് ബജക് അജക് അജക് ബജക് അജക് എന്നീ സൂത്രം 2 വട്ടം പറഞ്ഞപ്പോ അമ്പടാ, തീ വന്നു. എല്ലാവരും അന്തം വിട്ട് കുണ്ട പിഴിഞ്ഞതുപോലെ നെട്ടി. പിന്നെ എന്താ, മീനെ ചുട്ട് ഭക്ഷണം കഴിച്ചു. എന്നാലേ ആർക്കെങ്കിലും പറയാൻ കഴിയും ആ മജീഷ്യൻ എങ്ങനെയായിരിക്കും തീ ഉണ്ടാക്കിയത്? അവിടെ തീപ്പട്ടിയില്ല, കല്ല് മുറച്ചില്ല. എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാലേ മജീഷ്യൻ അവിടെ ചെയ്ത ആ ഒരു മാജിക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. എല്ലാരും ശ്രദ്ധിക്കണേ. ആദ്യം കുറച്ച് പഞ്ഞി എടുത്തേ. കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു തൊപ്പിയുടെ അകത്ത് പഞ്ഞി വെച്ചിട്ട് കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അതിലൊഴിക്കുക. അല്ല, പൊടിക്കുക. പിന്നെ കുറച്ച് ഗ്ലിസറിനും ഒഴിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ആവുന്നത് നോക്കാം.